ഒരു ചെറിയ അമേരിക്കൻ പട്ടണത്തിലെ ഡ്രൈവ്-ഇൻ റെസ്റ്റോറൻ്റാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ ആരും കരുതിയിരുന്നില്ല രണ്ട് സഹോദരന്മാരുടെ ചെറു സ്വപ്നം ഒരിക്കൽ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുമെന്ന്. അത് വെറും ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ് ഇതൊന്നുമല്ലായിരുന്നു. മറിച്ച് ഭക്ഷണത്തിൻ്റെ ഭാഷയെ, ബിസിനസ്സിൻ്റെ രൂപത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെ തന്നെ മാറ്റിമറിച്ചൊരു യാത്ര. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ കോടിക്കണക്കിന് ആളുകളുടെ ഓർമ്മകളിലും ദിനചര്യയിലും ഇടം നേടിയ മക്ഡൊണാൾഡ്സിൻ്റെ കഥയാണ്. ദി ഗോൾഡൻ ആർച്ച് സ്റ്റോറി. ഗോൾഡൻ ആർച്ച് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപക്ഷെ ചതിയുടെയും വഞ്ചനയുടെയും എന്ന് തന്നെ പറയാം കഥകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് രണ്ട് സഹോദരന്മാരിൽ നിന്നാണ് മക്ഡൊണാൾഡ്സിൻ്റെ കഥ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇന്ന് ലോകത്തിലെ തന്നെ നമ്പർ 1 ഫാസ്റ്റ് ഫുഡ് ചെയിനുകളിൽ ഒന്നാണ് മക്ഡൊണാൾഡ്സ്. 100 രാജ്യങ്ങളിലായി 38,000-ലധികം ഔട്ട്ലെറ്റ്സ് ഇന്നവർക്കുണ്ട്. ഇതിൽ 2 സഹോദരന്മാരാണ്, മോറിസ് എന്ന് വിളിക്കുന്ന മാക്കും ഡിക്ക് എന്ന് വിളിക്കുന്ന റിച്ചാർഡ് മക്ഡൊണാൾഡ്സ് ആൻഡ് മോറിസ് മക്ഡൊണാൾഡ്സ്. ഇവർ ശരിക്കും ഐറിഷുകാരാണ്. അവർ പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ US-ലെ ന്യൂ ഹാംഷയറിലേക്ക് എമിഗ്രൻസ് ആയിട്ട് വരാണ്. അച്ഛനൊരു ഷൂ ഫാക്ടറിയിലായിരുന്നു ജോലി. പക്ഷെ അച്ഛൻ്റേത് വളരെ തുച്ഛമായൊരു ശമ്പളമായിരുന്നു. അതുകൊണ്ടൊരു വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരുന്നു. അവിടുന്ന് ജോലി കഴിഞ്ഞ്, അതായത് അച്ഛൻ്റെ ജോലി കഴിഞ്ഞ് നഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബം മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാരായിരുന്നു മാക്കിൻ്റെയും ഡിക്കിൻ്റെയും കുടുംബം. അങ്ങനെ 2 സഹോദരന്മാരും വളർന്നു വലുതായതിന് ശേഷം ന്യൂ ഹാംഷയറിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി അവർക്കൊരു വളർച്ചയോ ഒരു പുരോഗമനമോ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ 1926 അച്ഛനായ പാട്രിക്കിനെയും അമ്മയായ മാർഗരറ്റിനെയും കൂട്ടിക്കൊണ്ട് ഹോളിവുഡിലേക്ക് പോവുകയാണ്. അവർക്ക് അവിടെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. ആ ബന്ധു ഹോളിവുഡിൽ അവർക്ക് സിനിമയുടെ അണിയറയിൽ കൊച്ചു കൊച്ചു ജോലികളൊക്കെ പിടിച്ചു കൊടുക്കുമായിരുന്നു. അതിൽ നിന്ന് അവർക്ക് കിട്ടിയത് വളരെ തുച്ഛമായ ഒരു വരുമാനമായിരുന്നു. അതായത് ആഴ്ചയുടെ അവസാനം ഒരു $25 അവർക്ക് 2 പേർക്കും കിട്ടിയിരുന്നത്. ആ ഒരു തുച്ഛമായ വേതനം കൊണ്ടും മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലാക്കിയ 2 സഹോദരന്മാർ എന്ത് ചെയ്തെന്നറിയോ? കിട്ടുന്ന പൈസ മുഴുവൻ അവർ കൂട്ടിവെച്ചു. അങ്ങനെ കൂട്ടിവെച്ച് അവസാനം അവരുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട് ആയപ്പോൾ, നല്ലൊരു നിക്ഷേപം ആയപ്പോൾ അവർ ദ ബേക്കൺ എന്നൊരു തിയേറ്റർ റിലീസിന് മേടിക്കുകയാണ്. പക്ഷേ അവിടെ അധികം ആൾക്കാരൊന്നും സിനിമ കാണാൻ വരുന്നില്ല. അന്നേരമാണ് മാക്കും ഡിക്കും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഈ തിയേറ്ററിൻ്റെ മുന്നിൽ ഒരു ഹോട്ട് ഡോഗിൻ്റെ ഒരു കുഞ്ഞൊരു പെട്ടിക്കടയുണ്ടായിരുന്നു. തിയേറ്ററിൽ വിൽക്കുന്ന ടിക്കറ്റിനെക്കാട്ടും എന്തുകൊണ്ടും അധികമായിരുന്നു അവിടെ വിൽക്കുന്ന ഹോട്ട് ഡോഗിൻ്റെ എണ്ണം. അത്ര അധികം ഹോട്ട് ഡോഗ്സാണ് അവിടെ വിറ്റുപോയിരുന്നത്. അമേരിക്കയിൽ ആ കാലഘട്ടങ്ങളിലെ ഫാസ്റ്റ് ഫുഡ് അന്നത്തെ ആൾക്കാർക്ക് വളരെ പ്രിയമുള്ളൊരു കാര്യമായിരുന്നു. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു 10-20 കൊല്ലമായിട്ടായിരിക്കാം, മേ ബി ഒരു 25 കൊല്ലം കണക്ക് കൂട്ടാം. ആ ഒരു സമയം കൊണ്ടാണ് ഫാസ്റ്റ് ഫുഡിന് ഒരു പ്രചാരം വരുന്നത്. പക്ഷേ ഇവർ ഹോളിവുഡിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നത് 1926 അതിനുശേഷമാണ് ബേക്കൺ എന്ന തിയേറ്റർ മേടിക്കുന്നതും അതിന് മുന്നിലെ ഹോട്ട് ഡോഗ് ഷോപ്പും എല്ലാം അവർ ശ്രദ്ധിക്കണതും ഹോട്ട് ഡോഗ്സിന് സിനിമ ടിക്കറ്റിനെക്കാട്ടും കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ടെന്നും വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട് എന്നുള്ളത് അവർ ശ്രദ്ധിക്കുന്നതും. അങ്ങനെ അവർ ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കിയ ശേഷം 7 കൊല്ലങ്ങൾക്ക് ശേഷം ഈ തിയേറ്റർ വിറ്റിട്ട് അവിടുന്ന് കാലിഫോർണിയയിലേക്ക് പോവുകയാണ്. കാലിഫോർണിയയിൽ ഒരു എയർഡോം എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് അവർ വാങ്ങിച്ചതിന് ശേഷം അവിടെ ഹാംബർഗേഴ്സും ഹോട്ട് ഡോഗ്സും എല്ലാം വിൽക്കാൻ തുടങ്ങി.
കാരണം ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം അവരെടുക്കാൻ കാരണം അതിനടുത്ത് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു. ഈ അവരുടെ ഈ എയർഡോം ഷോപ്പിനെക്കാട്ടും ഏറ്റവും അടുത്തായിട്ടൊരു റേസിംഗ് ട്രാക്കും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഈ ഹോട്ട് ഡോഗ്സും ഹാംബർഗേഴ്സും അധികം വിറ്റുപോയിരുന്നില്ല. റേസിംഗ് ഉണ്ടോ അന്നേരം ഫുഡ് വിൽക്കും, അല്ലെങ്കിൽ ഫുഡിന് ഡിമാൻഡ് ഉണ്ട്, അങ്ങനെയായിരുന്നു. അങ്ങനെ അവർ പിന്നെ ബാങ്കുകൾ മുഴുവൻ കയറി ഇറങ്ങി ലോണിന് വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഒരു അമേരിക്കൻ ബാങ്ക് അവർക്ക് ഏകദേശം ഒരു $5,000 അടുത്ത് ലോൺ കൊടുക്കുകയാണ്. ആ ലോണും വാങ്ങിച്ചുകൊണ്ട് ഈ മാക്കും ഡിക്കും 2 പേരും 45 മൈൽ അകലെയുള്ള സാൻ ബെർണാർഡോ എന്നൊരു സ്ഥലത്ത് ചെന്ന് ഒരു ഷോപ്പ് തുടങ്ങുകയാണ്. ആ ഷോപ്പാണ് മാക്ഡൊണാൾഡ്സ്. ഇനിയാണ് ഈ 2 സഹോദരന്മാരുടെയും മാക്ഡൊണാൾഡ്സ് എന്ന ഫാസ്റ്റ് ഫുഡ് ചെയിൻ്റെ ആദ്യത്തെ ആരംഭം. അങ്ങനെ പറയാൻ ഒരു റീസൺ ഉണ്ട്, അത് പിന്നീട് വരുമ്പോൾ പറയുന്നതായിരിക്കും. ആദ്യത്തെ ഷോപ്പായിട്ട് മാക്ഡൊണാൾഡ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യണത് ഈ സാൻ ബെർണാർഡിനോയിലാണ്. അവിടെ പുതിയ പല ഐറ്റംസും കയറി. അതായത് ഹോട്ട് ഡോഗ്സും ഹാംബർഗേഴ്സും മാത്രമല്ല, വേറെ ബാർബിക്യൂസും ഫ്രഞ്ച് ഫ്രൈസും സോഫ്റ്റ് ഡ്രിങ്ക്സും ഇവരുടെ ഐക്കോണിക് സോഫ്റ്റീസും പലതരം ഐസ്ക്രീംസും ഇതെല്ലാം അവിടുത്തെ ഷോപ്പിൽ ലഭിക്കുമായിരുന്നു. അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാറിൽ ഇരുന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കൊണ്ടുകൊടുക്കാൻ വരെ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി നല്ല സുന്ദരികളായ പെൺകുട്ടികളെയാണ് ഇവർ ജോലിക്ക് വേണ്ടി നിർത്തിയിരുന്നത്. അവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് എടുത്ത് കാറിൽ വന്ന് യുവാക്കൾക്ക് കൊടുക്കും. അതായിരുന്നു ആ ഒരു സ്റ്റൈല്. അപ്പോൾ ഇവരെ കാണാൻ വേണ്ടിയിട്ടും ഇവരോട് സംസാരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടും ഈ യൂത്തുകാർ കുറേ വരുമായിരുന്നു. അങ്ങനെ യങ്സ്റ്റേഴ്സ് വരുന്നത് മാത്രമല്ല, അവർ ഈ പെൺകുട്ടികൾക്ക് ടിപ്പും കൊടുക്കുമായിരുന്നു. പക്ഷെ ഇതുകൊണ്ട് മാത്രം മാക്ഡൊണാൾഡ്സിനൊരു വളർച്ച ഉണ്ടാവില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. പിന്നീടുള്ള അവരുടെ 2 പേരുടെ ആലോചനകൾ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാം എന്നതായിരുന്നു ഇവർ 2 ആളും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഒരു ഐഡിയ വരുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ വെരി ഗ്രേറ്റ് ഐഡിയ. ആ ഐഡിയ എങ്ങനെയായിരുന്നു, അതായത് ആ സമയങ്ങളിൽ അമേരിക്കയിൽ ഒരു ഹാംബർഗറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹോട്ട് ഡോഗ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരാൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവിടെയാണ് അവരൊരു ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതായത് ഈ 1/2 മണിക്കൂറിനെ അവർ 30 സെക്കൻഡാക്കി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 30 മിനിറ്റ്സ് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഫുഡ് ഇവരുടെ മാക്ഡൊണാൾഡ്സിൻ്റെ കടയിലെത്തുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലെത്തുമ്പോൾ അത് 30 സെക്കൻഡിനുള്ളിൽ കൊടുക്കും എന്നതാണ്. അതുമാത്രമല്ല, ആദ്യത്തെ പോലെ സുന്ദരികളായ പെൺകുട്ടികളൊന്നും ഇപ്രാവശ്യം അവർ അപ്പോയിൻറ്റ് ചെയ്തില്ല. പകരം ഓൾമോസ്റ്റ് ഒരു സെൽഫ് സർവീസ് പോലെയായിരുന്നു. അതായത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ക്യൂവിൽ നിൽക്കണം. നമ്മുടെ ടേൺ എത്തുമ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് അന്നേരം തന്നെ മേടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇവരുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ടിരുന്ന ചുറ്റിനും വേറെ പല റെസ്റ്റോറൻറ്റ്സിലെയും ആൾക്കാർ വിചാരിച്ച് ഇവർക്ക് പ്രാന്തായോ എന്നാണ്. പക്ഷേ ആക്ച്വലി അവരുടെ ട്രിക്ക് വർക്കൗട്ടായി. കാരണം വേറെ എവിടെയും 30 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ലെസ് ദാൻ 1 മിനിറ്റ് ആ ഒരു ടൈം പീരീഡ് കൊണ്ടോ ഫുഡ് കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റും ആ സമയങ്ങളിൽ അമേരിക്കയിലില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് എങ്ങും ഇല്ല. സോ അവരുടെ ആ ഒരു ഔട്ട്ലെറ്റിൻ്റെ മുന്നിലുള്ള തിരക്ക് അത് നമ്മൾ കണ്ടാൽ വിശ്വസിക്കില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത്രയും തിരക്കാണ് ഈ ഫുഡ് മേടിച്ചു പോകാൻ. കാരണം ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേറെ ആര് ഫുഡ് കൊടുക്കും? അങ്ങനെ ഇരിക്കുകയാണ് ഇവരുടെ ലോഗോ മാറ്റി സ്പീഡി എന്നൊരു ലോഗോയും കൂടെ അഡീഷണലായിട്ട് ചേർത്തു. അപ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും
ആൾക്കാരെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടും ഉള്ള പല കാര്യങ്ങളും അവർ ആ സമയങ്ങളിൽ മക്ഡൊണാൾഡ്സിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. ഇനിയാണ് മക്ഡൊണാൾഡ്സിൻ്റെ യഥാർത്ഥ സ്റ്റോറി തുടങ്ങാൻ പോകുന്നത്. ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മെനുവിൽ പല ഡിഫറെൻറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു മിൽക്ക് ഷേക്ക്. ഈ മിൽക്ക് ഷേക്കിൻ്റെ ഓർഡർ കൊടുക്കാൻ, മെഷീൻസിൻ്റെ ഓർഡർ കൊടുക്കാൻ അവരൊരു സപ്ലയറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാണ്, ഒരു എക്സ്ക്ലൂസീവ് സെയിൽസ്മാനായിട്ട്. അദ്ദേഹമാണ് റേമണ്ട് ആൽബർട്ട് ക്രോക്ക് അല്ലെങ്കിൽ റേ ക്രോക്ക്. അദ്ദേഹത്തിനെ വിളിച്ച് പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു 8 മെഷീൻ വേണം മിൽക്ക് ഷേക്സിൻ്റെ. അവർ റേ ക്രോക്ക് ഓർഡറൊക്കെ എടുത്ത് ഓക്കെ ആക്കി. അതിനുശേഷം അയാൾ വളരെ അധികം ചിന്തിച്ച് ആലോചിക്കുകയാണ് അദ്ദേഹം. അതായത് ആരാണ് ഇത്രയധികം മെഷീൻസ് മേടിക്കുന്നത് മിൽക്ക് ഷേക്സിന് വേണ്ടിയിട്ട്? 1-2 പ്ലേസ് ചെയ്യുന്ന ഓർഡറിൻ്റെ സ്ഥാനത്താണ് 8 മെഷീൻസ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാൾ മക്ഡൊണാൾഡ്സിൻ്റെ ഷോപ്പ് വരെ പോവാണ്. അവിടുത്തെ ആ തിരക്ക് കണ്ടിട്ട് അയാൾ അന്തം വിട്ടുപോയി. അതായത് ഒരേ സമയം 8 മെഷീൻസ് ഉണ്ടെങ്കിൽ 8 പേർക്ക് മിൽക്ക് ഷേക്സ് ഉണ്ടാക്കാം. അപ്പോൾ 30-40 മിൽക്ക് ഷേക്സാണ് വിറ്റഴിഞ്ഞുകൊണ്ടിരുന്നത്. ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് ഒപ്പത്തിനൊപ്പം ഫുഡും കിട്ടും, അതേപോലെ മിൽക്ക് ഷേക്കും കിട്ടും. അങ്ങേർക്ക് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പ്ലേസ് ചെയ്ത് അയാളും കഴിച്ച് അതിനുശേഷം ഈ ബ്രദേഴ്സിനെ 2 പേരെയും പേഴ്സണലി മീറ്റ് ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഐഡിയ, ആരാണ് ഇങ്ങനൊരു ഐഡിയ മുന്നോട്ട് വെച്ചത്, എങ്ങനെ നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഈ ബ്രദേഴ്സ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇതെല്ലാം ഓപ്പണായിട്ട് ഇങ്ങനൊരു സ്ട്രേഞ്ചർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതിന് ശേഷം റേ ക്രോക്ക് തിരിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷം ആൾക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഫ്രാഞ്ചൈസി ആൾക്ക് കിട്ടണം എന്നൊരു ഒരു വാശിയായിരുന്നു ആൾക്ക്. അങ്ങനെ വെരി നെക്സ്റ്റ് ഡേ തന്നെ വീണ്ടും ഈ ബ്രദേഴ്സിനെ പോയിട്ട് കൺവിൻസ് ചെയ്യിക്കുകയാണ്. അതായത് അയാളൊരു സെയിൽസ്മാൻ ആണല്ലോ, കൺവിൻസ് ചെയ്തെടുക്കുകയാണ്. അതായത് ഫ്രാഞ്ചൈസികൾ ആ സമയം കൊണ്ട് മക്ഡൊണാൾഡ്സിന് പല ഫ്രാഞ്ചൈസികളും പല ഔട്ട്ലെറ്റ്സും പല സ്ഥലത്തുമായിട്ടുണ്ടായിരുന്നു കേട്ടോ. റേ ക്രോക്ക് ചോദിക്കുന്നത് ഇതാണ്, ഞാൻ ഇതിൻ്റെ ഫ്രാഞ്ചൈസികളെല്ലാം എടുക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസിൻ്റെ ഒരു 1.9% 0.5% ഈ ബ്രദേഴ്സിനും ബാക്കി 1.4% റേ ക്രോക്കിന് എന്നുള്ള രീതിക്കാണ് അവർ ഡീല് ഉറപ്പിക്കുന്നത്. പക്ഷേ ഇനിയൊരു ട്വിസ്റ്റ് വരാൻ പോണത് റൈറ്റ്സിൻ്റെ കാര്യത്തിലാണ്. അതായത് ഇവരുടെ ഈ ഹാംബർഗ്സ്, ഹോട്ട് ഡോഗ്സ്, മിൽക്ക് ഷേക്സ് പോലെ ഐസ്ക്രീം വേറൊരു കമ്പനിക്കാണ് സത്യത്തിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ റൈറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ് ഇവരുടെ ഇടയിലൊരു പ്രശ്നം, ഒരു അസ്വാരസ്യം ഉണ്ടാവാണ്. അതായത് എന്ത് ചെയ്യുമ്പോഴും റേ ക്രോക്കിന് ഈ ബ്രദേഴ്സിൻ്റെ പെർമിഷൻ വേണം എന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ ഫ്രാഞ്ചൈസി കൊടുത്തിരുന്നത് റേ ക്രോക്കിൻ്റെ സ്വന്തം സ്ഥലത്തുള്ള ഒരു കമ്പനിക്കായിരുന്നു. അപ്പോൾ റേ ക്രോക്ക് അവരുടെ അടുത്ത് ചെന്ന് ആ ഫ്രാഞ്ചൈസി അയാളുടെ സ്വന്തം പ്രോപ്പർട്ടി വിറ്റ് $25,000 ആ ഫ്രാഞ്ചൈസി മേടിക്കുകയായിരുന്നു. ഈ ഫ്രാഞ്ചൈസി വിറ്റ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റേ ക്രോക്കും അതേപോലെ ഈ ബ്രദേഴ്സും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. അതിനുശേഷം റേ ക്രോക്കിന് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ബ്രദേഴ്സിന് പെർമിഷൻ വേണം എന്നായി. അതല്ലാതെ ഒന്നും തൊടാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തിയപ്പോൾ ലാസ്റ്റ്
റേ ക്രോക്ക് ഒറ്റൊരു കാര്യം ചോദിച്ചുള്ളൂ. അതായത് നിങ്ങൾക്ക് ഞാൻ എത്ര പൈസ തന്നാൽ, എത്ര ഡോളേഴ്സ് തന്നാൽ നിങ്ങൾ മൊത്തത്തിൽ മക്ഡൊണാൾഡ്സ് എഴുതി എൻ്റെ പേരിലേക്ക് തരും എന്നൊരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. ആ ഒരു ചോദ്യത്തിൽ സത്യത്തിൽ മക്ഡൊണാൾഡ്സിൻ്റെ തലവര തന്നെ മാറാണ്. അങ്ങനെ അവർ ഒരു ഡീലിലെത്താണ്. അതായത് $2,700 മില്യൺ, അതായത് $2.7 മില്യൺ അവർ മക്ഡൊണാൾഡ്സ് റേ ക്രോക്കിന് വിൽക്കാൻ റെഡിയാവാണ്. അങ്ങനെ പറഞ്ഞ എമൗണ്ടിന് റേ ക്രോക്ക് മക്ഡൊണാൾഡ്സ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അത് ഇപ്പോൾ മക്ഡൊണാൾഡ്സിൻ്റെ ഓണർ എന്ന് പറയുന്നത് റേ ക്രോക്കാണ്, മക്ഡൊണാൾഡ്സ് ബ്രദേഴ്സ് അല്ല. അദ്ദേഹം ആ സ്പീഡി എന്നുള്ള ലോഗോ ഒക്കെ മാറ്റി ഗോൾഡൻ ആർച്ചസ് കൊണ്ടുവന്നു. M എന്നുള്ള ഗോൾഡൻ ആർച്ചസ് ആണ് കൊണ്ടുവന്നത്. മക്ഡൊണാൾഡ്സിന് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളതാണ് ആ M എന്നുള്ള ആർച്ചസും ആ റെഡ് കളറും. അത് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു ലോഗോ ആണ്. ഇത് 1955 ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മരിക്കുന്നവരേക്കും മക്ഡൊണാൾഡ് ബ്രദേഴ്സിലെ ഡിക്കും അതുപോലെ റേ ക്രോക്കും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു. ഡിക്ക് പറയുന്നത് എനിക്ക് ഒരിക്കലും ആ കാര്യത്തിലൊരു കുറ്റബോധം തോന്നിയിട്ടില്ല എന്നാണ്. ഇന്ന് ഇപ്പോൾ മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റാണ്. മക്ഡൊണാൾഡ്സിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്, ഓരോ രാജ്യത്തിനനുസരിച്ച് മക്ഡൊണാൾഡ്സിന് അതത് മീലുണ്ട്. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള മക്ഡൊണാൾഡ്സിൻ്റെ മെനു ഉണ്ട്. അതുപോലെ മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിഷസ് കുറേ ഉണ്ട്. അങ്ങനെയാണ് മക്ഡൊണാൾഡ്സിനെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയ ഡ്രൈവിനിൽ നിന്ന് ആരംഭിച്ച മക്ഡൊണാൾഡ്സ് ഇന്ന് കോടിക്കണക്കിന് ആളുകളുടെ ഓർമ്മകളിലും ഭക്ഷണശീലങ്ങളിലും ഇടം നേടിയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, ബർഗർ, ഹാപ്പി മീൽ ഇതൊരു സാധാരണ ഭക്ഷണം മാത്രമല്ല, കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കഥകൾ തന്നെയാണ്. ഓരോ ബ്രാൻഡിനും അതിൻ്റെ പിന്നിൽ പറയപ്പെടാത്ത കഥകളുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമ്മെ അതിലേക്ക് തന്നെയാണ് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇതുപോലെ അടുത്തൊരു കഥയുമായി വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.